ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഫിയാം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹോണാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മോക്കോയുടെ ഒരു ഹോണിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എൻക്വയറീസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് ഡിലേ വന്നു പോയിട്ടുണ്ട്, കിട്ടാൻ കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞപ്പം അടുത്തൊരു ബ്രാൻഡ് ഞാനൊന്ന് നോക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ട്, എനിക്കൊന്ന് 1.5 വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇപ്പോഴും നല്ല കിഡുമായിട്ട് പോകുന്നൊരു ബ്രാൻഡാണ് ഈ ഫിയാം എന്ന് പറഞ്ഞൊരു മോഡൽ. നമ്മുടെ പുതിയ വാഹനത്തിലോട്ട്, അതല്ലെങ്കിൽ ഞാൻ എടുത്ത ഈ വാഹനത്തിലോട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഈ വാഹനത്തിൽ വരുന്ന നമ്മുടെ സാധാരണ ഹോണാണ്, അത് മാറ്റി നമ്മുടെ ഈ കിടുക്കാച്ചി ആയിട്ട് ഒന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഏതായാലും എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വാഹനത്തിലൊന്ന് ഫിറ്റ് ചെയ്യാം. അത് ഈ വാഹനത്തിൻ്റെ ഹോണും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. സാധാരണ കീക്കി ഹോണാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ ഹുഡ് ഒന്ന് തുറന്ന് ഇതിൻ്റെ ഹോൺ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ എല്ലാ വാഹനത്തിലും കുറച്ചൊക്കെ ബുദ്ധിമുട്ട് കാണും. ചില വാഹനത്തിൽ ഇത്ര സിമ്പിൾ ആയിരിക്കും, ചില വാഹനത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും ഒന്ന് മനസ്സിലാക്കുക. ഈ വാഹനത്തിൻ്റെ ഹോൺ അതേ വരുന്ന ഇവിടെയും ഇവിടെയാണ്. ഇവിടെ ഇത് ഊരിയിട്ടിരിക്കുകയാണ്, സിംഗിൾ ഹോണാണ്. ഈ ഒരു ഹോണിൻ്റെ സൗണ്ടാണ് നമ്മൾ കേട്ടത്, റൂട്ട്സിൻ്റെ ഹോണാണ് ഈ വരുന്നത്. ഇത് ഞാൻ മാറ്റി ഫിയാം എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഇതിനകത്ത് വരുന്ന നമുക്ക് പെട്ടെന്ന് നോക്കിയേക്കാം. 2 ഹോൺ നമുക്ക് കിട്ടുന്നുണ്ട്, 2 ക്ലാമ്പ് വിത്ത് നട്ടും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 4 വയേഴ്സ് വരുന്നുണ്ട്, 2 വയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വയേഴ്സിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നമ്മുടെ വാഹനത്തിൽ വരുന്ന സെയിം വയേഴ്സിലോട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാം, വളരെ സിമ്പിളായിട്ട്. അതായത് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഈ ക്ലാമ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒന്ന് വെച്ചേക്കുകയാണ്, കാരണം ഇത് നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഒന്ന് നട്ടിട്ടാൽ മാത്രം മതി. ഇവിടെ ഒന്ന് നട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്കവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോൺ ഞാനൊന്ന് അഴിക്കുകയാണ്. അങ്ങനെ നമ്മളിത് അഴിച്ചെടുത്തിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മളിതിൻ്റെ 2 ബോഷ് ക്ലിപ്സും ഊരിയെടുത്തു. അപ്പോൾ ഈ ഒരു ഹോൺ നമ്മൾ തൽക്കാലം മാറ്റി നമ്മുടെ കിടുക്കാച്ചി ഹോൺ, അതായത് ഫിയാം എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് ഞാനിപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു ക്ലാമ്പ് എടുക്കുകയാണ്, കാരണം ഈ ഒരു പോർഷനിൽ ക്ലാമ്പ് ഇടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ക്ലാമ്പ് ഇട്ട് ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ താഴെ നമുക്ക് ഈ ഹോൺ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഹോണിൻ്റെ ബാക്കിൽ നമ്മളിത് ടൈറ്റ് ചെയ്തുകൊണ്ട് മേളിലും കൂടെ നമുക്ക് ഈ ഒരു നട്ടിട്ട് കൊടുക്കുകയാണ്. ടൈറ്റ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഇവിടുത്തെ ഈ 2 ക്ലാമ്പ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ബോഷ് ക്ലിപ്പ് കണക്ട് ചെയ്തു, കണക്ഷൻ കൊടുത്തു. അതിനുശേഷം ഇവനെ പതുക്കെ അകത്തോട്ട് ഇറക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാനിതിവിടെ നേരത്തെ പോലെ ബോൾട്ട് ചെയ്യുകയാണ്. നേരത്തെ അഴിച്ചതുപോലെ തന്നെ നേരെ അതുപോലെ ബോൾട്ട് ചെയ്തു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വേറെ ഒരിടത്തും തട്ടുന്നോ മുട്ടുന്നോ ഒന്നും ഇല്ലെന്നൊന്ന് ഉറപ്പ് വരുത്തിക്കോണം. ബാക്കൊക്കെ ആണെങ്കിലും അതിൻ്റെ വയേഴ്സോ കാര്യങ്ങളോ ഒന്നും ഒരിടത്തും ഒരയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തിക്കണം. അതിനുശേഷം ഇത് ടൈറ്റ് ചെയ്തോണം. ഇനി നമ്മൾ താഴെയും കൂടെ വെക്കാനുള്ളതും കൂടെ ഞാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ടൈറ്റ് ചെയ്യാണ്. ഇതിൻ്റെ കപ്ലേഴ്സും കൂടെ ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്യുകയാണ്. കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് തള്ളി വെച്ച് ബാക്കിൽ തട്ടാതിരിക്കാൻ വേണ്ട. ഓക്കെ, അങ്ങനെ നമ്മുടെ 2 സൈഡിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൗണ്ടാണ് നമുക്ക് കേൾക്കേണ്ടത്. അതായത് ഫിയാമിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഞാൻ ഏതായാലും ഒന്ന് ഹോൺ അടിക്കാൻ വേണ്ടി പോവാണ്, ശ്രദ്ധിച്ചോണം. ഓ ആദ്യമോ ഒന്ന് ഹോൺ അടിച്ചേ. ഞാൻ എൻ്റെ ഫ്രണ്ട് ചെയ്തിട്ടുള്ള സൗണ്ട് കേട്ടില്ലെന്ന് വേണം. ഒന്നുകൂടെ അടിച്ചേ. ഓക്കെ, കിഡു, നല്ല കിഡു സൗണ്ട് എന്ന് പറയാം. കിഡു സൗണ്ട് തന്നെയാണ്, ഒരു രക്ഷയില്ലാത്തൊരു ഒച്ചയാണ് ഇത് രണ്ടും കൂടെ കേൾക്കുമ്പോൾ. ഏതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇതിന് 2990 ഇതിന് MRP പ്രൈസ് വരുന്നത്. 1600 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഞാൻ പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. കേരളത്തിൽ എവിടെയും ഡെലിവറി ചാർജ് 50 രൂപയാണ് വരുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.